സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ജനുവരി 4. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കവി അനിൽ പനച്ചൂരാന് പ്രണാമം. തിരുവനന്തപുരം. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാവിലെ തലകറങ്ങി വീണതിനെ തുടർന്ന് മാവേലിക്കരയിലെയും കരുനാഗപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ പിന്നീട് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അസ്വാഭാവിക മരണത്തിന് കേസ്. ഇന്ന് പോസ്റ്റ്മോർട്ടം. കായംകുളം. അന്തരിച്ച കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ. ഇതേ തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. കായംകുളം പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരത്തിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കും. മുഖവരയില്ലാതെ പാർട്ടിയിലേക്ക് വരാം. ശശീന്ദ്രനെ സ്വാഗതം ചെയ്ത് കടന്നപ്പള്ളി. കണ്ണൂർ. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന നേതൃത്വ യോഗം വിളിക്കണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി. ഭാവി രാഷ്ട്രീയ ലൈൻ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശശീന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ കാണും. കടന്നപ്പള്ളിയോട് പരുഷമായ മറുപടി പറയുന്നില്ല മന്ത്രി AK ശശീന്ദ്രൻ. കണ്ണൂർ. കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ കടന്നപ്പള്ളി രാമചന്ദ്രന് അവകാശമുണ്ടെന്നും മന്ത്രി AK ശശീന്ദ്രൻ പരുഷമായ ഭാഷയിൽ മറുപടി പറയുന്നില്ല. സ്വാഗതം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് കടന്നപ്പള്ളിയാണ്. അച്ഛനും അമ്മാവനും ശിക്ഷിക്കപ്പെടണം. ആവർത്തിച്ച് ഹരിത. പാലക്കാട്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അച്ഛനും അമ്മാവനും കഠിന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏത് കോടതിയിലും വരാൻ താൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആവർത്തിച്ച് ഹരിത. അവർ ശിക്ഷിക്കപ്പെടണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് അവൾ അഭ്യർത്ഥിച്ചു. തെങ്കുറിശി ദുരഭിമാനക്കൊലക്കേസിൽ മൊഴിയെടുക്കുന്നതിനിടെയായിരുന്നു നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയുടെ ആവശ്യം. കാർഷിക നിയമങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് റിലയൻസ്. ന്യൂഡൽഹി. രാജ്യത്ത് നടക്കുന്ന കാർഷിക നിയമങ്ങളുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ്. കമ്പനി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തിപ്പോൾ ചർച്ചയായിരിക്കുന്ന കാർഷിക നിയമങ്ങളുമായി റിലയൻസിന് ഒരു ബന്ധവുമില്ല. ഒരുവിധത്തിലും കമ്പനിക്ക് അതുകൊണ്ട് പ്രയോജനവുമില്ല. നിയമങ്ങളുമായി റിലയൻസിനെ ബന്ധപ്പെടുത്തുന്നത് കമ്പനിയുടെ അന്തസ്സ് കെടുത്തുന്നതാണെന്നും റിലയൻസ് വ്യക്തമാക്കി. സ്വർണ്ണവിലയിൽ വർധന. കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 4730 രൂപയും പവന് 37,840 രൂപയുമായി. ഹരിപ്പാട് അമ്മയെപ്പോലെ ചെന്നിത്തല. ഹരിപ്പാട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് താൻ മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് എന്റെ അമ്മയെപ്പോലെയാണ്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമാണ് ഹരിപ്പാട്ടുള്ളത്. ഞാനും ഹരിപ്പാടുകാരും തമ്മിൽ തീർത്താ തീരാത്ത ബന്ധവും കടപ്പാടുമാണോ ഉള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാറ്റങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് ന്യൂഡൽഹി. മാറ്റങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിന് ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളിൽ സമൂല മാറ്റം വേണമെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഉൾപ്പെടെ മാറ്റം വേണമെന്ന ആശയം താരിഖ് അൻവർ അംഗീകരിച്ചിട്ടില്ല. കോവിഡ് വാക്സിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും ആവശ്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. ന്യൂഡൽഹി. കോവിഡ് വാക്സിൻ സംബന്ധിച്ച ശുഭവാർത്ത ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വിദഗ്ധ സമിതി ശുപാർശ ഡ്രഗ് കൺട്രോളർ ജനറൽ പരിശോധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഉപയോഗിക്കുന്ന കോവിഡ് വാക്സിനെക്കുറിച്ച് ഒരു വിധത്തിലുള്ള തെറ്റിദ്ധാരണയുടെയും ആവശ്യമില്ല. വാക്സിൻ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചു. വാക്സിൻ വിതരണത്തിന് മുന്നോടിയായി എല്ലാ സംസ്ഥാനങ്ങളിലും ഡ്രൈ റൺ നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. വിമാന സർവീസുകൾ ജനുവരി 8 മുതൽ. ന്യൂഡൽഹി. അതിതീവ്ര വ്യാപനശേഷിയുള്ള കോവിഡ് ബ്രിട്ടനിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവച്ച ഇന്ത്യ UK വിമാന സർവീസ് ഈ മാസം 8 മുതൽ പുനരാരംഭിക്കും. ജനുവരി 23 വരെ ആഴ്ചയിൽ 15 സർവീസുകൾ മാത്രമായി ഗതാഗതം പരിമിതപ്പെടുത്തുമെന്നും വ്യോമസേന മന്ത്രി ഹർജീവ് സിംഗ് പുരി അറിയിച്ചു. കോവിഡ് കാലത്തെ മോദിയുടെ ജനപ്രീതി ഉയർന്നെന്ന് സർവേ റിപ്പോർട്ട്. ന്യൂഡൽഹി. കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ആഗോള നേതാക്കൾക്കിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് സർവേ. US ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള ഗവേഷണ സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടൻസ് നടത്തിയ സർവേയിലാണ് മോദിക്ക് അംഗീകാരം. പുത്തൂർ പാർക്ക് ആദ്യഘട്ടം ഫെബ്രുവരിയിൽ. തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഫെബ്രുവരി 15-നകം നടത്തുമെന്ന് മന്ത്രി K രാജു പറഞ്ഞു. ഫെബ്രുവരിയോടെ മൃഗങ്ങളെ പുത്തൂരിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങും. വയോജനങ്ങൾക്ക് സർക്കാർ സേവനം വീട്ടിൽ. തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ വർധനയും പക്ഷിക്കിറ്റ് അടക്കമുള്ള നൂതന പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മലയാളികൾക്ക് പുതുവർഷ സമ്മാനമായി 10 ജനകീയ പദ്ധതികളുമായി LDF സർക്കാർ.
വയോജനങ്ങൾക്കുള്ള കരുതലാണ് ഇതിൽ പ്രധാനം. സേവനം കിട്ടുന്നതിനോ പ്രശ്നം സർക്കാരിനെ അറിയിക്കുന്നതിനോ ഉറ്റവർ അടുത്തില്ലാത്ത വയോജനങ്ങൾക്ക് സേവനം വീട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് വരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് സ്ഥാപിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആശുപത്രിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.